യൂസർകാർ ഇത് ഈ വണ്ടി 2009 മോഡല് പെട്രോള് ഫുൾ ഓപ്ഷൻ 66,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണല്ലേ? 66,000 കിലോമീറ്റർ ഓടിയ പിന്നെ CMG കയറ്റാനൊക്കെ അധികം ആൾക്കാർ കൊണ്ടുപോണ്ട്. പെട്രോളാണ്, സിംഗിൾ ഓണർഷിപ്പ്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എങ്ങനെ? ഇത് പുതിയൊരു വണ്ടിക്ക് ഏകദേശം എന്തായാലും ഒരു 10 ലക്ഷം റുപ്യ വിലയുള്ള വണ്ടിയാണ്. ഇത് ഏറ്റവും ഇത് 1,400,000 റുപ്യക്ക് 1,400 കൊടുക്കല്ലേ? 1,400,000 സിംഗിൾ ഓണർഷിപ്പ് 66,000 ഓടിയ ഇപ്പോഴും ഓണർ പേരിൽ വണ്ടി. ഒരു റീപ്ലേസും ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 66,000 ഓടിയ സിംഗിൾ ഓണർഷിപ്പുള്ള 2029 പുതിയ ഇൻഷുറൻസ് AC ഒക്കെ വർക്കിംഗ് ഫുള്ളോട് വണ്ടി. 2012 ഇന്നോവ G4 12 ആണല്ലേ മോഡൽ? ഇത് വന്ന മാതിരിയാണ്, ചെറിയ വർക്ക് ഉണ്ട്, ടച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. ചെയ്തിട്ടില്ല, ഇന്ന് കയറ്റു. വർക്കിനുണ്ടാവും. അതായത് വാങ്ങാൻ വരുമ്പോഴേക്ക് സാധനം റെഡി ആവും. 2 ദിവസം കൊണ്ടിട്ട് പോളിഷൊക്കെ ചെയ്ത് ആ സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ റണ്ണിങ്? ഇത് 1,80. ചോദിക്കണ റേറ്റ് 5,000 ചോദിക്കണത്. മാക്സിമം 5,20 കൊടുക്കാം. 5,20 കൊടുക്കല്ലേ? 2012 G4 ഇന്നോവ സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഇല്ല. തൊട്ടടുത്ത് വേറെ ഇന്നോവയും കൂടി ഉണ്ടല്ലോ. ഇത് 3 ഇന്നോവ ഉണ്ട് മൊത്തം. ഇത് 2007 G3 ഇന്നോവ. 2007 ആണ് മോഡൽ. സെൻട്രൽ AC കയറ്റിയ വണ്ടിയാ. അഡീഷണൽ ചെയ്താണുള്ളത്. ടൈപ്പ് 4 ആക്കിയാണ്. ടൈപ്പ് 4 ആയി. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എങ്ങനെ? ഇത് വെറും 2,60,000. 2,60,000 റുപ്യക്ക് നമുക്ക് 2007 G3 കൊടുക്കാം. നല്ല വണ്ടി. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇത് 4ാമത്തെ ഓണർഷിപ്പ് അല്ലേ? വീണ്ടും ഒരു ഇന്നോവ അല്ലേ? ഇതേ സെയിം കളറിൽ സെയിം പ്രൈസ്. 2005 G4 ആണിത്. 2005 G4. 2030 വരെ പിന്നെ ടാക്സ് ഉണ്ട്. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ 4 ആളായി. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എങ്ങനെ? 2,60,000 സെയിം പ്രൈസ്. ഇതൊന്നും ഫിക്സഡ് അല്ല, ഇവിടെ വന്നിട്ട് സംസാരിച്ചിട്ട് മാക്സിമം കുറച്ച് കൊടുക്കല്ലേ? എല്ലാ വണ്ടിക്കും 2 ടവേര. സ്കൂളൊക്കെ തുറക്കണ സമയമാണ്, സ്കൂൾ ട്രിപ്പിനും ഒക്കെ ആൾക്കാർ ചോദിച്ച് വരലുണ്ട്. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞാൽ 1.5 മാസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമല്ലോ. ഇത് 2006 2030 വരെ പേപ്പറുള്ള പിന്നെ ടാക്സൊക്കെ അടച്ചിരിക്കണേ. ഒരു കൊല്ലം മേലെ റിന്യൂവൽ ഉണ്ട്. എങ്ങനെ റേറ്റ് തന്നെ? ഇത് 1,70,000. 1,70,000 അല്ലേ? അലവിയിലുണ്ട്. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ 4 ആളായി. അലവിൽ ചെയ്താണല്ലേ? ചെയ്തല്ല, ഫുള്ളോടാ. 1,70,000 ബ്ലാക്കിന്. 1,70,000 ഈ ബ്ലാക്കിന് അല്ലേ? തൊട്ടടുത്തുള്ള ഇത് 2006 ആണ്. ഇത് 8 വർഷമായിട്ട് ഒരു പാർട്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ 1,60 ചോദിക്കുന്നത്. കച്ചവടത്തിന് ഇരിക്കുമ്പോൾ LCD കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 1,50 കൊടുക്കാം. ഫൈനലായിട്ട് കൊടുക്കാം അല്ലേ? കിലോമീറ്റർ എത്ര ഇതിൻ്റെ? ഇത് കിലോമീറ്റർ 2 ലക്ഷം. 2 ലക്ഷം കിലോമീറ്റർ. നല്ല വണ്ടിയാണ്. 2029 ഡിസംബർ വരെ പേപ്പറുള്ള ഇൻഡിഗോ CS 4 ഓണർഷിപ്പാണ്. ഇത് നമുക്കൊരു 60,000 രൂപ കൊടുക്കാം. 60,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നല്ലേ? ഇൻഡിഗോ CS. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ 4 ആളായില്ലേ? കിലോമീറ്റർ എത്ര ഇതിന് വരുന്നേ? കിലോമീറ്റർ 1 ലക്ഷം. 1 ലക്ഷം. ഇപ്പൊ നമ്മളെ ഓഫീസിന്റെ വർക്കൊക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തോ? പുതിയ ഓഫീസ് വർക്ക് തുടങ്ങിയിരിക്കണേ. ഇത് ഒരു ഓഫീസ് 2 ഓഫീസ് ഉണ്ട്. 2 ഓഫീസ് രീതിയിലാണ് ചെയ്യുന്നല്ലേ? പിന്നെ വാഹനങ്ങളൊക്കെ നല്ല പ്രീമിയം വണ്ടികളൊക്കെ ഇവിടെ ഗ്ലാസ് വർക്ക് കഴിഞ്ഞിട്ടില്ല, ടൈലിട്ടിക്കണേ. അപ്പോൾ ഗ്ലാസ് വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഒരു വലിയ നാളൊക്കെ ആകുമ്പോഴത്തേന് ഒരു കൂടുതൽ വലിയ വണ്ടികൾ ഇറക്കിയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹ് പഠിച്ചോ സാധിപ്പിച്ചാൽ ചെയ്യണമെന്നുണ്ട്. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ഏത് വണ്ടി ആരെടുക്കുകയാണെങ്കിലും അവർക്ക് വർക്ക്ഷോപ്പ് കൊണ്ട് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ പാടുള്ളൂ. ഞങ്ങളിവിടെ ബോർഡ് തന്നെ വെച്ചേക്കണ്. ആ ബോർഡൊന്ന് കാണിച്ചാളി. കാരണം എന്താ വെച്ചാൽ കുറേ ആളുകൾ വണ്ടി വാങ്ങിക്കൊണ്ടുപോകും. പിന്നെ ആ കേട് ഈ കേട് പറഞ്ഞിട്ട് വിളിക്കും. അതിന് മുമ്പ് തന്നെ
ഫുൾ ചെക്കപ്പ് ചെയ്തതിന് ദിവസം വണ്ടി തരുള്ളൂ, കൊണ്ടുപോയാൽ മതി. ഓക്കെ. ഇത് മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഷോറൂമിൽ ബോർഡ് വെക്കുന്നത്. ഒരു ഷോറൂമിൽ ഇങ്ങനെ വെക്കൂല. ഇവിടെ കച്ചറ വേണ്ട വെച്ചിട്ടാ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്ത വണ്ടി കൊണ്ടുപോവുക. പിന്നെ നമ്മൾ ചെറിയ വണ്ടിയിൽ നമ്മൾ കൊടുക്കുന്നത് ഈ 50-ൻ്റെയും 60-ൻ്റെയും വണ്ടിക്ക് എന്തോ ഉത്തരവാദിത്തം കേടെന്ന അവനാ സഹിക്കുക. പ്രത്യേകം പറയുകയാണ്. ഇത് 2007 AC പോസ്റ്ററിയും കൊണ്ടിരുന്നത് ഉണ്ട്. ഇത് നമ്മൾ വില കുറച്ച് ചോദിച്ചിരുന്നത്, ഒരുപാട് പൈസ ചിലവാക്കിയാണ്. ഇനി ഇത് 60 കിട്ടിയാൽ കൊടുക്കാം. 60,000 മതി. പുതിയ പുകയൊക്കെ എടുത്ത് എല്ലാം പക്കയാണ്. ഓക്കെ ഓക്കെ. ഇത് 2007 സെയിം മോഡലാണ്, സെക്കൻഡ് ഓണർ. ഇതൊരു പഠിക്കണവർക്കും വീട്ടാവശ്യത്തിനും 70,000 ഉറുപ്പികയിൽ കൊടുക്കാൻ കഴിയുള്ളൂ. സെക്കൻഡ് ഓണറാ, AC വർക്കിങ്ങാണ്, പുതിയ ഇൻഷുറൻസാണ്. 2010 മോഡല്, പുതിയ പേപ്പർ 5 കൊല്ലം എടുത്ത്. വാഗണർ പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വർക്ക്ഷോപ്പിൽ നിന്ന് കംപ്ലീറ്റ് പണിയിച്ച് കൊടുക്കണം. 1,25,000 രൂപ. 25,000-ല്ലേ? ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിൾ ആയിരിക്കും. 2009 മോഡല് ഡിസംബർ വരെ 2 വണ്ടി 2009. അത് സിംഗിൾ ഓണർ ഫുൾ ഓപ്ഷൻ. ഇത് സെക്കൻഡ് ഓണർ ഫുൾ ഓപ്ഷൻ. രണ്ടിൻ്റെ ഹൈലൈറ്റ് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 110, 120-നുള്ളിൽ ഓട്ടുള്ളൂ. AC പോസ്റ്ററിങ്, 4 വിൻഡോ എല്ലാം വർക്കിങ്. സിംഗിൾ ഓണറാണ്. ഇത് 99,000 രൂപ. 1000 രൂപ കൂടി തന്നാൽ പേര് മാറ്റി കൊടുക്കും. 99,000 രൂപേൻ്റെ 2 വണ്ടികളാണ് ഈ കാണുന്നല്ലേ? ഇനി ഒരു വണ്ടി കൂടി ഉണ്ട് അറിയില്ല, ഏതാ? 2010 A സ്റ്റാർ ഫുൾ ഓപ്ഷൻ. 99 വരുന്നുള്ളല്ലേ? 99,000 രൂപയ്ക്ക് 2010 VXI 3ാമത്തെ ഓണർഷിപ്പ്. പിന്നെ 1,00,000 രൂപ തന്നാൽ പേര് മാറ്റി കൊടുക്കും. ചെയ്യും. അതായത് 1000 രൂപ കൂടി തന്നാൽ പേര് മാറ്റി കൊടുക്കും. ചെറിയ ഒരു റുപ്പൻ്റെ വണ്ടിക്ക് ഇഷ്ടംമാതിരി ആൾക്കാർ വരുന്നുണ്ട്, വണ്ടി പോകണമുണ്ട്. 2013 AC ഉള്ള, പിന്നെ സെക്കൻഡ് ഓണർഷിപ്പുള്ള ഈക്കോ. ഇത് നമ്മൾ 2,20,000 ചോദിച്ചത് ഇപ്പോൾ 2,00,000 രൂപ ആക്കിയിരിക്കുന്നു. ഇത് 5 സീറ്റർ അല്ലേ? 5 സീറ്റർ വില കുറച്ച്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2,00,000 രൂപയ്ക്ക് കൊടുക്കാം. 1,60, 1,30 വരെ ലോണ് കിട്ടും. ഓക്കെ. തൊട്ടടുത്തൊരു റിക്സ് 2010 5 വർഷം പേപ്പർ എടുത്ത വണ്ടി. 2010 ഇത് 6 ഓണർഷിപ്പ് ഉണ്ട്. ചോദിക്കുന്ന റേറ്റ് എങ്ങനെ? 1,70,000. 1,70,000. ലോണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. 2014 15 രജിസ്ട്രേഷൻ. ഇതൊരു പാർട്ടിൻ്റെ വണ്ടിയാണ്, പാർക്കിംഗ് സെയിലാണ്. ഇത് 2,40 കിട്ടിയാൽ കൊടുക്കാം. 4ാമത്തെ ഓണർഷിപ്പ്. 2,40,000. ഇത് ഹൈലൈറ്റ് 70 ഓടിയിട്ടുള്ളൂ. 70-75. ഇത് ലോണോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. ഇത് 2 രൂപ ലോൺ കിട്ടും. 2 രൂപ ലോൺ കിട്ടും. 2,00,000 ചോദിക്കുന്നത് 2,40. അപ്പൊ ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. 4 ഓണർഷിപ്പ് അയക്കണം. 4 ഓണർഷിപ്പ് അയക്കണല്ലേ? ഇത് സിംഗിൾ ഓണർഷിപ്പാണ്. ഡാക്സിൻകോ അല്ലേ? ഇതിപ്പോൾ നമ്മൾ നിലവിൽ 1,60 ചോദിക്കുന്നത്. ഇത് 10,000 രൂപ വീണ്ടും ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നു. എല്ലാ വണ്ടിക്കും ഓരോരോ പ്രാവശ്യം വരുമ്പോൾ വില കുറക്കുന്നുണ്ട്. ഇത് 1,00,000 രൂപ ലോണ് കിട്ടും. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 1,5 കൊടുക്കാം. അപ്പൊ ഫുൾ ലോണിന് കൊടുക്കാം. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. അത് 10 പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. ഇപ്പൊ വില കുറച്ചതാണ്. ഓക്കെ. എല്ലാരും ചോദിക്കുന്ന 800. ഇതിന്റെ ഇതേ കളർ 14 ഉണ്ട്, പുറത്തു പോയതാ. പിന്നെ ഇത് 2018 2018 2,20. 2,20,000. 1,80 വരെ ലോണ് കിട്ടും. 1,80 ലോണ് കിട്ടും. അപ്പൊ ഒരു 50,000 താഴെ ഉണ്ടെങ്കിൽ 40 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. തട്ടില്ല മുട്ടില്ല, റീപ്ലേസിംഗ് ഒന്നുമില്ല. ഓണർഷിപ്പ് എന്താ പറഞ്ഞത് ഇതിന്റെ? സെക്കൻഡ് ഓണർഷിപ്പിൽ തന്നെ. അടുത്ത വാഗണർ ഒരു ബ്ലാക്ക്. ഏതാ മോഡൽ? ഇത് 2003 2003 60,000 രൂപ ഉള്ളൂ. AC വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു പാർട്ടി ജെന്യൂൻ കൊണ്ടുവരുന്ന വണ്ടിയാണ്. 60,000 കേൾക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ട. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു വീട്ടിലെ ആവശ്യത്തിന്, കുട്ടികളെ സ്കൂൾ ഉണ്ടാക്കാൻ, ചെറിയ ഉപയോഗത്തിന് എല്ലാത്തിനും പറ്റും. ഒരു പൈസക്കുള്ള മുതലുണ്ട്.
പാച്ച് വർക്കില്ല, AC വർക്ക് ചെയ്യുന്നുണ്ട്. 2003 28 വരെ പേപ്പർ. 2016 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് മകൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇവിടെ വിൽപ്പനക്ക് തന്നാണ്. ഓക്കെ. 130 ഓടിയിട്ടുള്ളൂ. 1,20,000 വരെ കമ്പനിയിൽ സർവീസ് കയറിക്കുന്നു. ഇപ്പോൾ 10,000 പുറത്തുനിന്ന്. ഇത് ഡീസലാണ്, ഫുൾ ഓപ്ഷനാണ്. 2016 ഇത് 2,70,000 രൂപ ചോദിക്കുന്നുണ്ട്. കച്ചവടത്തിന് ഇരിക്കുമ്പോൾ ചെറുതായിട്ട് അവരെ കൊണ്ട് കുറപ്പിക്കാം. 2,70,000 ചെയ്യാൻ പറ്റും. 2010 സ്പോർട്സ് ആണ്. ഓട്ടോമാറ്റിക് മുകളിൽ റൂഫുണ്ട്. ഹൈലൈറ്റ് ഓട്ടോമാറ്റിക്. ഇതിന് മുമ്പ് നിങ്ങളൊരു വീഡിയോ കറുപ്പ് ചെയ്തീന് എറണാകുളത്തേക്ക്. ഇത് ഓട്ടോമാറ്റിക്കാണ്. ഇത് പാർക്കിംഗ് സെയിലാണ്. പാർട്ടിന്റെ വണ്ടിയാണ്. എത്ര റേറ്റ്? 1,80,000 ഇട്ടാല് കൊടുക്കാം. 1,80,000. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓട്ടോമാറ്റിക് ആണ്. അലോവീലും ഇവിടെ ഉണ്ട്. അതേപോലെ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പാർട്ടിക്ക് ഒരു 1,80,000 നഷ്ടമല്ല. നല്ല വണ്ടിയാണ്. ഇനി കച്ചവടത്തിന് ഇരിക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. 2010 നല്ല വണ്ടി. ഓണർഷിപ്പ് എത്ര പറഞ്ഞേ? 6. നമ്മൾ ലൊക്കേഷൻ എവിടെ നിൽക്കാം? മലപ്പുറം ജില്ലയിൽ തിരൂരിൻ്റെയും പരപ്പനങ്ങാടിൻ്റെയും നടുവിൽ, താന്നൂരിൻ്റെയും നടുവിൽ ഓലപ്പിടിക. നമ്മുടെ അടുത്ത് 7 സീറ്റ് വണ്ടികൾ ഇപ്പോൾ 5-6 കാണിച്ച്. ഇത് സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത്. ഇത് വലിയ വില 2,40,000 2,20,000 ഒക്കെ ചോദിച്ച് ഇപ്പോൾ 2,00,000 റുപ്യക്ക് കൊടുക്കാം. നല്ല കസ്റ്റമർ ആണെങ്കിൽ 1,80,000 1,70,000 ലോൺ കിട്ടും. അപ്പോൾ അതായത് ഒരു 30,000 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം. 30-40 ഉണ്ടെങ്കിൽ ഈ ലോണ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ സിബിൽ ഓക്കെ ആണെങ്കിൽ ലോൺ കിട്ടുള്ളൂ. ചില കസ്റ്റമറിന് 2 റുപ്യയും കിട്ടും. നമ്മളല്ല തീരുമാനിക്കുന്നത്. ഓരോ ഐഡൻറ്റി കാർഡ്, ആധാർ കാർഡ് കമ്പനിക്ക് അയച്ചു കൊടുക്കും. നമുക്ക് ലോൺ ഇട്ട് വണ്ടി വിൽക്കണമെന്ന് തീരെ താല്പര്യമില്ല. റെഡി കാശ് ആയിട്ട് വരികയാണ് നമ്മൾ. അത്രയും സന്തോഷം. ഓക്കെ. അപ്പോൾ ഒരുപാട് യൂസ്ഡ് കാർസിൻ്റെ കളക്ഷൻ ഉണ്ട്. ഇനി പോകണ്ടല്ലേ? ഏകദേശം പുതിയ വണ്ടികളൊക്കെ നമുക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നല്ല വണ്ടികൾ കയറും ഇൻഷാ അല്ലാഹ്. ബാക്കി ചെറിയ വണ്ടിയൊക്കെ ഇപ്പം നല്ല ഓഫറിൽ കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ ബിസ്മിക്കാർക്ക് വന്നോളി.